മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ചൂട് ആനകളുടെ ജീവിത രീതിയും പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഷവർബാത്തും തണ്ണിമത്തിനുമൊക്കെയായി ഈ വേനൽക്കാലത്ത് കോന്നി ആനക്കൂട്ടിലെ കരിവീരന്മാർ വളരെ ഹാപ്പിയാണ്. ആനകളെയും ആനക്കുളിയൊക്കെ കാണാൻ നിരവധി ആളുകൾ കൂടുതൽ ആളുകൾ കോന്നി ആനക്കൂട്ടിലേക്ക് ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട്. രാവിലെ നമ്മൾ ഒരു 7-7:30 ആകുമ്പോൾ തറി വന്നാൽ ഇരണ്ടമെല്ലാം നീക്കി ബേസെല്ലാം വാരി കെട്ടി കൊണ്ട് തറി തൂത്ത് കഴുകിയിട്ടിട്ട് ആന നടത്താൻ പോകും. നടത്തിയിട്ട് കൊണ്ടുവന്ന് കിടത്തി അരമണിക്കൂർ നിർത്തിയിട്ട് കിടത്തി കുളിപ്പിക്കും. തേച്ച് കുളിപ്പിച്ചിട്ട് താഴെ കൊണ്ട് ചോറ് കൊടുക്കാൻ അഴിച്ചുകൊണ്ട് പോകും. ചോറ് കൊടുത്ത് കഴിച്ച് കെട്ടിയിട്ട് പിന്നെ നമ്മൾ കൂടെ വെള്ളം കൊടുക്കാനും ഇരണ്ടം നീക്കാനും ഒക്കെ പോകും. തീറ്റിയിട്ട് കൊടുക്കും. പിന്നെ വൈകിട്ട് ഇതുപോലെ അഴിച്ച് നടത്തിയിട്ട് ഇതുപോലെ സൗകര്യത്തോടെ കൊണ്ടുവന്ന് കുളിപ്പിക്കുക. പിന്നെ അത് കഴിഞ്ഞ് കെട്ടുക, തീറ്റയൊക്കെ ഇട്ട് കൊടുക്കും. ഈ ആനയുടെ ചൂടെന്ന് പറഞ്ഞാൽ അതിന് താങ്ങാനൊക്കാത്ത ചൂടാണ് ഇപ്പോഴും. അതിന് ഇതേ ഉള്ള മാർഗ്ഗങ്ങൾ. എപ്പോഴും ഇങ്ങനെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വെള്ളം തളിച്ചിട്ടൂടെ അതിന് സന്തോഷമാണ്. പക്ഷെ അത് ഇവരതിന് ചെയ്യത്തില്ല. ആനക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിനുള്ള സംവിധാനം കുറവാണ്. മുമ്പുള്ള വർഷങ്ങളെക്കാളും അതിതീവ്രമായ ചൂടാണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഒരു ഇൻറ്റൻസ് അനിമൽസിന് ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കും. അപ്പോൾ അത് എങ്ങനെയും നമ്മൾ മാക്സിമം പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. രാവിലെ ഒരു ടൈമിലൊക്കെ ആയിരുന്നു അനിമലിനെ ബാത്ത് ചെയ്യിച്ചിരുന്നത്. അത് നമ്മൾ 3 ടൈംസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ അനിമലിൻ്റെ ഫീഡിലും നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അനിമൽസിന് മിനറൽ മിക്സ്ചർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ തണ്ണിമത്തൻ അനിമൽസിൻ്റെ ബോഡി കൂളാവാനായിട്ട് നമ്മൾ തണ്ണിമത്തനും അനിമലിന് കൊടുക്കുന്നുണ്ട്. ആനകൾ കുറവാണ്, 4 ആനയേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമുണ്ട്. എങ്ങനെയുണ്ട് ആനയെ കണ്ടിട്ട്? കൊള്ളാം. ഏതാണ് ഇഷ്ടപ്പെട്ടെ? ഷൈജു ചാവശ്ശേരിക്കൊപ്പം ഷിജോ കുര്യൻ, പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.